വരുന്ന നവംബർ ഡിസംബർ മാസങ്ങളിലായി നടക്കാനിരിക്കുന്ന ബീഹാർ നിയമസഭാ ഇലക്ഷൻ ഏറ്റവും പുതിയ ഒപ്പീനിയൻ പോൾ സർവേ. 243 അംഗ ബീഹാർ നിയമസഭയിലേക്ക് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ വിവിധ ജില്ലകളിലായി വിവിധ മുന്നണികൾക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ. ആദ്യത്തെ ജില്ല ജഹാനാബാദ് ആണ്. ജഹാനാബാദ് ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 1 സീറ്റ് NDA സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ജാമുയി ആണ്. ജാമുയി ജില്ലയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ബെഗുസരായി ആണ്. ബെഗുസരായി ജില്ലയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 4 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ബഗൽപൂരാണ്. ബഗൽപൂരിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 3 സീറ്റുകൾ വരെ NDA സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല അർവാൾ ആണ്. അർവാളിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റുകളും ഇന്ത്യ സഖ്യം നേടാനാണ് സാധ്യത. NDA സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല ഗഗാരിയാണ്. ഗഗാരിയ ജില്ലയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് ഇന്ത്യ സഖ്യവും 3 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല മുസാഫർപൂരാണ്. മുസാഫർപൂരിൽ 11 സീറ്റുകളാണുള്ളത്. 11 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 6 സീറ്റുകൾ വരെ NDA സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല മധേപുരയാണ്. മധേപുരയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 4 സീറ്റുകളും ഇന്ത്യ സഖ്യം നേടാനാണ് സാധ്യത. NDA സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല നളന്ദയാണ്. നളന്ദ ജില്ലയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 4 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല നവാഡയാണ്. നവാഡ ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 1 സീറ്റ് NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല മധുബനിയാണ്. മധുബനിയിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 6 സീറ്റുകൾ വരെ NDA സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ശിവറാണ്. ശിവറിൽ 1 സീറ്റാണുള്ളത്. ആ 1 സീറ്റ് NDA സഖ്യം നേടാനാണ് സാധ്യത. ഇന്ത്യ സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല ഷെയ്ഖ്പുരയാണ്. ഷെയ്ഖ്പുരയിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ ഓരോ സീറ്റ് വീതം NDA സഖ്യവും ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഗയയാണ്. ഗയ ജില്ലയിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 4 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല സീതാമടിയാണ്. സീതാമടിയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 5 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല പട്നയാണ്. പട്ന ജില്ലയിൽ 14 സീറ്റുകളാണുള്ളത്. 14 സീറ്റുകളിൽ 7 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 5 സീറ്റുകൾ വരെ NDA സഖ്യവും 2 സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കിഷൻഗഞ്ചാണ്. കിഷൻഗഞ്ച് ജില്ലയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. NDA സഖ്യത്തിന് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല കൈമൂർ ആണ്. കൈമൂർ ജില്ലയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 1 സീറ്റ് ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല മുൻഗർ ആണ്. മുൻഗറിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 1 സീറ്റ് ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ബക്സറാണ്. ബക്സറിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും
2 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ലഖിസറായി ആണ്. ലഖിസറായിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ ഓരോ സീറ്റുകൾ വീതം NDA സഖ്യവും ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഈസ്റ്റ് ചമ്പാരൻ ആണ്. ഈസ്റ്റ് ചമ്പാരനിൽ 12 സീറ്റുകളാണുള്ളത്. 12 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 6 സീറ്റുകൾ വരെ NDA സഖ്യവും 2 സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല വെസ്റ്റ് ചമ്പാരൻ ആണ്. വെസ്റ്റ് ചമ്പാരനിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 5 സീറ്റുകൾ വരെ NDA സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ബംഗയാണ്. ബംഗ ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല വൈശാലിയാണ്. വൈശാലി ജില്ലയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 5 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ശിവാനാണ്. ശിവാനിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 7 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 1 സീറ്റ് NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഗോപാൽഗഞ്ച് ആണ്. ഗോപാൽഗഞ്ചിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഔറംഗാബാദ് ആണ്. ഔറംഗാബാദിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ NDA സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ദർഭംഗയാണ്. ദർഭംഗയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 3 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല സമസ്തിപൂരാണ്. സമസ്തിപൂരിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 6 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല സുപോൾ ആണ്. സുപോളിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ശരണാണ്. ശരണിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 6 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല പൂർണിയയാണ്. പൂർണിയ ജില്ലയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ NDA സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല റോഹത്താസ് ആണ്. റോഹത്താസിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 3 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഭോജ്പൂരാണ്. ഭോജ്പൂരിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല അരാരിയയാണ്. അരാരിയ ജില്ലയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 1 സീറ്റ് NDA സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കതിഹാറാണ്. കതിഹാറിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 4 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല സർഹാസയാണ്. സർഹാസ ജില്ലയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. ബീഹാർ നിയമസഭയിലെ ആകെയുള്ള 243 സീറ്റുകളിൽ 122 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 107 സീറ്റുകൾ വരെ NDA സഖ്യവും 14 സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത.